യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് ഗ്രഹിക്കുവാനാണ് നമ്മൾ ഈ ദിവസങ്ങൾ ദൈവവചനത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമാകുന്നുണ്ട്. ഞാൻ ഈ ഒരു വചനചിന്തകളൊക്കെ നിങ്ങളുമായി കൂടുതൽ ഷെയർ ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തു ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മെ സ്നേഹിച്ച ആ ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത്. പലർക്കും യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ആയിരിക്കുന്നു എന്നൊക്കെയുള്ള അറിവുകൾ മാത്രമാണുള്ളത്. പക്ഷെ ആ അറിവുകൾ മാത്രം നമുക്ക് പോരാ. മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ എല്ലാവിധമായ വശങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് മാത്രമല്ല ദൈവസ്നേഹത്തിൻ്റെ നിർവചനമായി, അതിൻ്റെ പ്രകടനമായി എനിക്ക് കാണുവാൻ കഴിയുന്നത്. മറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ, അതേ യോഹന്നാൻ 3:16 പറയുന്ന പോലെ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ഈ തൻ്റെ പുത്രനെ എന്ന് പറയുന്നിടത്ത് നമ്മൾ യോഹന്നാൻ 3:16 നമ്മൾ വായിച്ചല്ലോ, തൻ്റെ ഏകജാതനായ പുത്രൻ. അതിനർത്ഥം എന്താണ്? എല്ലാവരും യേശുവിനെ പോലല്ല. യേശുവിൻ്റെ ഒരു യുണീക്ക്നെസ്, അതുല്യത എന്ന് പറയുന്നത് അവൻ ഏകജാതനായ പുത്രനാണ്. ഏകജാതൻ എന്ന് പറയുന്നിടത്ത് തന്നെ പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തു ഒന്ന് തന്നെയാണ്. അതായത് ദൈവിക തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വമായ പുത്രൻ, ആ പുത്രനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു അവൻ ഏകജാതനായ പുത്രനാണ്. നമ്മളെല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നാം ഏറ്റുപറഞ്ഞ് ദൈവമക്കൾ ആകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും തന്നെ യേശുക്രിസ്തുവിനെ പോലെ അല്ല. യേശുക്രിസ്തു അതേ അവൻ ദൈവം തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ദൈവീക തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വമായ ആ പുത്രനെ നമുക്ക് വേണ്ടി ഐക്യവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിന് സ്നേഹം തോന്നി. ആ സ്നേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം ഈ സ്നേഹത്തിന് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ആ ഉദാഹരണങ്ങൾ പറയുക നിമിത്തം ഒരിക്കലും നമ്മളല്ല ആദ്യത്തെ പ്രവൃത്തി ചെയ്തത്, മറിച്ച് ദൈവം തന്നെയാണ് ആദ്യത്തെ പടികളെടുത്തത്. അത് തെളിയിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. എത്രത്തോളം നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. ആ പദ്ധതിക്ക് യാതൊരു മാറ്റവുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു മഹാനായ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ആ 100 ആടുള്ള ആ ആട്ടിടയൻ ഒരു ആടിനെ കാണാതെ പോയപ്പോൾ 99 വിട്ടേച്ച് ആ ഒന്നിന്റെ പുറകാലെ പോയതുപോലെ തന്നെ ലോകത്തിൽ എല്ലാവരും വിശുദ്ധന്മാരും, ഞാൻ മാത്രം പാപിയായിരുന്നെങ്കിലും എനിക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം അയക്കുമായിരുന്നു. അതിന്റെ കാരണം എന്താ? അതായത് ഒരു വ്യക്തിയോട് പോലും ദൈവത്തിൻ്റെ സ്നേഹം വളരെ എവിഡൻ്റാണ്, വളരെ പ്രകടമായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു പറഞ്ഞതായ ആ ഉപമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് 1 പോയുള്ളൂ, 99 കൂടെ ഉണ്ടല്ലോ, അത് പോവാണെ പോട്ടെ എന്ന് പറഞ്ഞതായ ഒരു ദൈവസ്നേഹമല്ല. ഈ ദൈവസ്നേഹം 99 വിട്ടേച്ച് ആ ഒന്നിൻ്റെ പുറകാലെ വരുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത വാക്യങ്ങളിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ഇവിടെ നമ്മളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മേലായിരുന്നു ദൈവകോപം ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പാപികളായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ മേൽ നിന്ന് നമ്മൾ അർഹിച്ചിരുന്നതായ ആ ന്യായവിധിയെ മാറ്റി തൻ്റെ പുത്രന്റെ മേൽ ദൈവകോപം ചൊരിഞ്ഞു. അതായത് നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് നേരെയുള്ള ദൈവകോപം അത് മൊത്തമായി ചൊരിയപ്പെട്ടത് യേശുക്രിസ്തുവിലേക്കായിരുന്നു.
അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടും പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാഞ്ഞത് കാരണം ഈ പാനപാത്രം നിറഞ്ഞു കവിയുന്നതായ ഈ പാനപാത്രം, അതായത് ഈ കയ്പിൻ്റെ ഈ പാനപാത്രം, ഈ ശിക്ഷയുടെ ഈ പാനപാത്രം കർത്താവ് യേശുക്രിസ്തു കുടിക്കുവാനിടയായി തീർന്നു. കാരണം പിതാവായ ദൈവം അത് ആഗ്രഹിച്ചു. എന്തിനു വേണ്ടിയാ? അത് നമ്മെ സ്നേഹിച്ചിട്ടാകുന്നു. നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ പുത്രനെ അപ്പോൾ പിതാവ് ദൈവം സ്നേഹിക്കുന്നില്ല. കാരണം ആ പുത്രന്റെ മേൽ ദൈവം കാണുന്നത് നമ്മുടെ എല്ലാം ന്യായവിധിയ. നമ്മുടെ മേലുള്ള ശിക്ഷ മാത്രമാണ് പുത്രന്റെ മേൽ കാണുന്നത്. പക്ഷെ അപ്പോഴും എന്നെ പിതാവായ ദൈവം കൈവിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു അടിക്കുറിപ്പായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലരും പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തിട്ട് പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ദൈവമാണെന്നും പഴയ നിയമത്തിലെ ദൈവം ഭയങ്കരനാണെന്നും വിലയിരുത്താറുണ്ട്. പക്ഷേ ഈ തിരുവഴുത്തിലൂടെ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ, അതായത് പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവത്തെ സ്നേഹത്തിൻ്റെ ദൈവമായി, സ്നേഹസ്വരൂപനായ ദൈവമായി ഇവിടെ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, പഴയ നിയമത്തിലെ ദൈവമാണെങ്കിലും പുതിയ നിയമത്തിലെ ദൈവമാണെങ്കിലും ഒന്നു തന്നെയാണ്. ആ പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാണ് ഇവിടെ സ്നേഹവാനായ ദൈവമായി ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആരോടും സ്നേഹം കാണിക്കുവാൻ, ആരോടും കരുണ കാണിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അറിയാത്ത ഒരു ദിവസം പോലുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത ഒരു ദിവസം പോലുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി, ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 500 കോടിയിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഈ ഭൂമിയിൽ വിളയിക്കുന്നത് ദൈവമാണ്. മനുഷ്യർ ശാസ്ത്രീയമായ സഹായങ്ങൾ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് വരികിലും ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മനുഷ്യനെ പഠിപ്പിക്കുന്നത്, അതിനെ കണ്ടെത്തുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നോക്കൂ, എത്ര വർഷങ്ങളായി ഈ ഭൂമി നിലനിൽക്കാൻ തുടങ്ങിയിട്ട്? ഈ ഭൂമിയിലെ ഏതെങ്കിലും ധാന്യവർഗ്ഗങ്ങൾ തീർന്നുപോയോ? ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ വാസം ബുദ്ധിമുട്ടായി തീർന്നതായ ഒരു അനുഭവമുണ്ടോ? നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ധാരാളം ഗോളങ്ങളിലെ, ഈ ഭൂമിക്ക് സമാനമായി ഈ ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഗോളങ്ങൾ ഈ ഭൂമിയിലില്ലേ? അവിടെയൊന്നും മനുഷ്യന് വാസയോഗ്യമല്ല, മറിച്ച് ഭൂമി മാത്രം മനുഷ്യന് വാസയോഗ്യമായി തീർത്ത ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ദൈവമൊന്നുമല്ല, മറിച്ച് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും അത് സ്നേഹവാനായ ദൈവം തന്നെയാണ്. 1 യോഹന്നാൻ 4:11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവമാകട്ടെ പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവമാകട്ടെ, ആ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൈവസ്നേഹത്തിന്റെ അനന്തരഫലം എന്താകണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ച ഡയഗ്രത്തിൽ ഏറ്റവും അടിവശത്ത് 2 പേർ, അവർ തമ്മിൽ സ്നേഹിക്കണം. പക്ഷേ അവർ തമ്മിൽ സ്നേഹിക്കുവാൻ പറ്റിയതായിട്ടുള്ള ഒരു അടുപ്പത്തിലല്ല അവർ നിൽക്കുന്നത്. പക്ഷെ അവരെ ദൈവസ്നേഹം മാടി വിളിക്കുമ്പോൾ അവർ ഒരുമിച്ച് ആ ട്രയാങ്കിളിലൂടെ, അല്ലെങ്കിൽ ഒരുമിച്ച് അവർ ഒരു അടുപ്പത്തോടുകൂടെ ഓരോ ദിവസം ചെല്ലുന്തോറും അവർ അടുത്ത് വരുന്നതായ അനുഭവം. കാരണം അവർ ഒന്നിച്ചാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവരിൽ തമ്മിൽ ഈ സ്നേഹം പ്രകടമാകുന്നില്ലെങ്കിൽ അത് തെളിയിക്കുന്നത് അവർ ദൈവത്തിലല്ല എന്നുള്ളതാണ്. ദൈവസ്നേഹം അവരിൽ വസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ അവർ ത്യജിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചേ, വാസ്തവത്തിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ സഭയിലാകട്ടെ, എൻ്റെ അയൽവക്കങ്ങളിലാകട്ടെ, എൻ്റെ ബന്ധുക്കളിലാകട്ടെ, ഞാൻ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ തമ്മിൽ സ്നേഹത്തിന് ഞാനൊരു കാരണമോ അല്ലെങ്കിൽ ഒരവസ്ഥയിലോ ആകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനർത്ഥം നീ ഒരിക്കലും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ളതാണ്. ചെന്നിട്ടില്ല.
അങ്ങനെ ചെല്ലുന്നെങ്കിൽ മാത്രമേ, യഥാർത്ഥമായി ചെല്ലുന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിലും മറ്റുള്ളവരുമായ ഇടപെടലുകളിൽ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനോ? എന്ത് കാരണത്താൽ ഞാൻ സ്നേഹിക്കും? അവർ എനിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും? അവിടെയാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ വളരെ പ്രസക്തമാകുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ട്രയാങ്കിൾ ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ 2 പേരാണ് കണ്ടത്. പക്ഷേ അത് ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ ദൈവസ്നേഹത്താൽ നിറയുകയും അവനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനിടയായിത്തീരും. അതായത് അവനെപ്പോഴും ആ ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവനോടൊപ്പം തന്നെ ഇതുപോലെ കടന്നു വരുന്നതായ ആളുകൾ അവർ ഒരുമിച്ചുള്ള ആ സ്നേഹത്തിലും കൂട്ടായ്മയിലുമായിരിക്കും. നോക്കൂ, ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ സ്നേഹിക്കും. പക്ഷേ തമ്മിൽ സ്നേഹിക്കാത്തതായ ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, നാം കർത്താവ് യേശുക്രിസ്തുവിൽ ആകുന്നില്ല എന്നുള്ളത്. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചു, പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. ഇപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നത് തന്നിലേക്കാണ് വിളിക്കുന്നത്. ഡ്രോ നിയർ ടു മീ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരീൻ. സക്കായിയോട് യേശു പറഞ്ഞെന്താ? സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇത് തന്നെയാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കേണ്ടതാകുന്നു, ഞാൻ നിന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു, വരിക വരിക. അതേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവൻ വരട്ടെ, അല്ലേ? വളരെ വ്യക്തമായി പറയുന്നു, അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്ത് വരണം. അങ്ങനെ അവൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 12-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. നമ്മൾ ആരും തന്നെ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം എവിടാണെന്ന് നമ്മോട് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. നമ്മൾ പറയും സ്വർഗത്തിലാണെന്ന് പറയും, അതേസമയം നമ്മൾ പറയും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിലൂടെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ ആ സ്നേഹം പ്രാപിച്ചവരായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ അതേ നമ്മൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ക്ലോസ് റിലേഷൻഷിപ്പായി മാറും, ബന്ധമായി തീരും. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം അന്യോന്യം സ്നേഹിക്കും. എങ്ങനെയുള്ള സ്നേഹം? ആ സ്നേഹമെന്ന് പറയുന്നത് അഗപ്പേ സ്നേഹമാണ്. വ്യവസ്ഥയില്ലാത്ത സ്നേഹത്താൽ നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ആ അഗപ്പേ സ്നേഹം, അവൻ്റെ സ്നേഹം തികഞ്ഞതായ ഒരു അനുഭവത്തോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും പിശാച് നമ്മളോട് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് കലഹിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ഈ ലോകം പറയുന്നത് അല്പം വഴക്കുണ്ടാക്കി ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ത്രില്ല് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത് അങ്ങനെയല്ല. ജീവിതത്തിലെ ത്രില്ല്, ആ സുഖമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം അതേ മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതായ ഒരു അനുഭവം. അതിലാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതമായിരിക്കുന്നത്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കൂടുതൽ ആഴമേറിയ സത്യങ്ങൾ ഞാൻ അടുത്ത ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം, വാസ്തവമായിട്ടും ഞാൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇവിടെ നമ്മൾ കണ്ടതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നതായ ഒരനുഭവത്തിൽ നമ്മൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞാൻ ദൈവസ്നേഹത്തിൽ വസിക്കുന്നെന്ന്? അതേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ നമ്മൾ ദൈവസ്നേഹത്തിലാണോ നിൽക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്ന് നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവെ, അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ അടുത്തു വരുന്നു, ആ സ്നേഹത്തിൽ വസിക്കുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനടുക്കിലേക്ക് നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, വൃക്ഷത്തെ നമ്മൾ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഒരു വ്യക്തി മറ്റുള്ളവരെ അവനെ സ്നേഹിക്കാനോ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെ സഹായിക്കാനോ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം
അവർ ദൈവത്തിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ദൈവത്തിനടുക്കിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിനടുക്കിലേക്ക് കടത്തിയെല്ലാം തീർച്ചയായിട്ടും ഈ വചനം നിങ്ങൾക്കതിന് വളരെ സഹായകരമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവസ്നേഹമുള്ളവരായിരിക്കാനും തമ്മിൽ സ്നേഹിക്കാനും കർത്താവേ, ഞങ്ങൾ ഇന്നിവിടെ ചിന്തിച്ചതുപോലെ ആ ക്വാളിറ്റിയിൽ ഞങ്ങൾ ജീവിച്ച് ദൈവത്തിൻ്റെ ഒരു മഹത്വമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.